ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വെറൈറ്റിയും ഈസിയുമായിട്ടുള്ള പപ്പടം കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ്, പപ്പട ഇലാഞ്ചി. ഇതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പപ്പടം കുറച്ച് വലുത്, തേങ്ങ ഇതൊരു അരമുറി തേങ്ങയാണ്, ഏകദേശം ഒരു 10-12 ടേബിൾ സ്പൂൺ ഉണ്ടാകും. കുറച്ച് കാഷ്യൂ നട്ട്, ശർക്കര, പഞ്ചസാര, ഏലക്കായ പഞ്ചസാരയിൽ പൊടിച്ചതാണിത്, മൈദ, ഒരു മുട്ട. ഇത്രയുമാണ് ഇതിനു വേണ്ട ചേരുവകൾ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നെയ്യ് അത്യാവശ്യമായ ഒരു കാര്യമാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ഒഴിക്കുക. നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം കാഷ്യൂ നട്ട് ഇതിലോട്ട് ഇടുക. കാഷ്യൂ നട്ട് ഏകദേശം ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇതിലോട്ട് ഇടുക. തേങ്ങ ഒരുപാട് കൂടുതൽ ഫ്രൈ ആകരുത്. ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് ആയി കിട്ടില്ല തേങ്ങ. ഇത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക, പഞ്ചസാര മെൽട്ടാകുന്നത് വരെ. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കാം. ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിയിൽ പൊടിച്ച് വെച്ചതാണ്. ഇത് ഏകദേശം ശർക്കര മെൽട്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ഫ്രൈ ആകരുത്. ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ സോഫ്റ്റ്നെസ് പോകും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ആദ്യമായി ഒരു മുട്ട പൊട്ടിച്ചിടുക. അതിനുശേഷം ഇതിനകത്തോട്ട് മൈദ ചേർക്കുക. ഞാൻ ഇതുപോലുള്ള ഒരു കയ്യിൽ 2 കയ്യിൽ മൈദമാവ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, കാരണം പപ്പടത്തിന് ഉപ്പുണ്ടാവും. അത് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ബാറ്റർ തയ്യാറാക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, കാരണം നമുക്കൊരു തിക്ക് ബാറ്ററാണ് വേണ്ടത്. ലൂസായി പോയാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉപ്പിൻ്റെ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, കാരണം പപ്പടത്തിൻ്റെ ഉപ്പും ശർക്കരയുടെ മധുരവും എല്ലാം ചേർന്ന് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതിനകത്തൊരു 1/2 കയ്യിൽ കൂടെ മൈദ ചേർക്കുന്നുണ്ട്. ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ പപ്പടം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പപ്പടത്തിൻ്റെ അറ്റം നന്നായി നനച്ചു കൊടുക്കുക. അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
കുറച്ച് നന്നായിട്ട് തന്നെ നനക്കാം. ഇങ്ങനെ നനച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയും പഞ്ചസാരയും ചേർത്തത് ചേർത്തിടാം. ഞാനിവിടെ കുറച്ച് റോബസ്റ്റ പഴം കൂടെ ചേർക്കുന്നുണ്ട്. പഴം ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. പഴം ചേർത്താൽ കുറച്ചുകൂടെ രുചി കൂടും. ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായി മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദമാവിലേക്ക് നന്നായി മുക്കി കൊടുക്കുക. അടുപ്പത്ത് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനിത് ഇടുകയാണ്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ ഈ എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് പഞ്ചസാരയാണ്. ഇഷ്ടമുള്ളവർക്ക് ശർക്കരയും ചേർക്കാം. കംപ്ലീറ്റ് ബ്രൗൺ കളർ ആകണമെന്നില്ല. നമുക്ക് ഈ പരുവത്തിൽ കിട്ടിയാൽ മതി. ഫ്രൈഡ് സ്നാക്സും മധുരവും ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നെക്സ്റ്റ് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഇതിൻ്റെ ചുറ്റും നന്നായിട്ട് വെള്ളത്തിൽ മുക്കുക. അതിനുശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലോട്ടിടുക. പഴം ചേർത്താൽ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. വെള്ളത്തിൽ ഇത് ശരിക്കും ഒട്ടിപ്പിടിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മൈദമാവിൽ മുക്കുന്നത്. രണ്ട് സൈഡും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പട എലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂ.